തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രചാരണ പരിപാടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വളരെ വേഗത്തിലായിരുന്നു അവരുടെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചതും വിവിധ വിഷയങ്ങളിലൂന്നി അവർ നടത്തിയ പ്രചാരണ പരിപാടികളുമൊക്കെ നമ്മൾ കണ്ടതാണ്. LDFും UDFും NDAയും NDA എന്ന് പറയുമ്പോൾ BJP ഒറ്റയ്ക്കാണ് NDAയിൽ ഘടകകക്ഷികളുടെ എണ്ണം കുറവാണെങ്കിലും BJP വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചതും നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില ഘടകങ്ങളിലേക്ക് ഇത്തവണത്തെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ ചൂട് മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇടതുപക്ഷമാകട്ടെ ഇതുവരെ നടത്തിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒപ്പം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വൻകിട വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവർ പ്രചാരണത്തിനായി ആദ്യഘട്ടം മുതൽ ഉപയോഗിച്ചു. ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പട്ടികകൾ എണ്ണി പറഞ്ഞായിരുന്നു LDF വോട്ട് പിടിക്കാൻ രംഗത്തെത്തിയത്. പക്ഷേ UDF ആകട്ടെ അവർ പ്രധാനമായും ഊന്നൽ നൽകിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കായിരുന്നു. അതിനപ്പുറത്തേക്ക് ഭരണവിരുദ്ധ വികാരങ്ങളെപ്പോലും അവർ ചലിപ്പിക്കുവാൻ തയ്യാറായില്ല. കാരണം അവർക്കറിയാം തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രശ്നം, ഒരു സെൻസിറ്റീവായ വിഷയം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സ്വർണ്ണപ്പാളി വിവാദവും അതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ, പ്രത്യേകിച്ചും CPIMൻ്റെ 2 നേതാക്കന്മാരാണ്. ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് N. വാസു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ മുൻ പ്രസിഡന്റായ A. പത്മകുമാർ, ഈ 2 നേതാക്കന്മാരുടെ അറസ്റ്റും ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളുമൊക്കെ തന്നെ വാതോരാതെ പ്രസംഗിച്ചും വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞുമൊക്കെയായിരുന്നു UDFൻ്റെ പ്രചരണ പരിപാടികൾ. BJPയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അവർ ഒരു പടി കൂടെ മുന്നിലേക്ക് പോയി. ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും കണ്ടത് എന്ന് പറഞ്ഞ് ചില കണക്കുകളൊക്കെ നിരത്തിയായിരുന്നു BJPയുടെ പ്രചാരണം. പ്രത്യേകിച്ചും BJPയുടെയും LDFൻ്റെയും UDFൻ്റെയും ഒരേ ഒരു ലക്ഷ്യം, 7 ജില്ലകളിൽ പരമപ്രധാനമായ ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. തലസ്ഥാന കോർപ്പറേഷൻ എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് BJP. അത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളുടെ പദ്ധതി പറയുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുമെന്നായിരുന്നു BJPയുടെ പരസ്യമായ പ്രഖ്യാപനം. UDF ആകട്ടെ കഴിഞ്ഞ 40 വർഷമായി ഭരണം കിട്ടാതെ ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എങ്ങനെയെങ്കിലും അംഗങ്ങളുടെ സംഖ്യ ഉയർത്താനുള്ള പെടാപ്പാടിലായിരുന്നു UDF. പക്ഷേ അവരും പ്രചരണത്തിൽ അല്പമൊന്ന് മുന്നേക്ക് പോകാൻ ശ്രമിച്ചു. ആ ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഖ്യാപിത പദ്ധതികൾ നടപ്പിലാക്കിയതിലും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ വിജയപ്രദമായി മുന്നോട്ട് പോകുന്നതിലുമൊക്കെ ഊന്നൽ നൽകി വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി. പക്ഷേ അവിടെയൊക്കെ ഈ 3 മുന്നണികളും ഒരേപോലെ പോരടിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന കോർപ്പറേഷനിൽ കണ്ണുവച്ചിരിക്കുന്നത് 3 മുന്നണികളുമാണ് എന്നുള്ളതാണ്. അവിടെ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് വിജയപ്രദമായി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേക്ക് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രചാരണ ചൂടിലായിരുന്നു തലസ്ഥാനവും തിരുവനന്തപുരം ജില്ലയും എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ല എല്ലാ മുന്നണികളുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യ കേന്ദ്രമാണ്. കാരണം തിരുവനന്തപുരം മുന്നണികൾക്ക് കിട്ടുന്ന ഭൂരിപക്ഷം, അതിന് തൊട്ടു പിന്നാലെ കൊല്ലത്ത് കിട്ടുന്ന ഭൂരിപക്ഷം, അതിന് തൊട്ടു പിന്നാലെ കോട്ടയത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കിട്ടുന്ന മേൽക്കൈ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നിയമസഭയിൽ ഭരണമുറപ്പിക്കാൻ കിട്ടുന്ന ഒരു സീറ്റിൻ്റെ എണ്ണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സെമി ഫൈനലായി കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഈ മുന്നണികളെല്ലാം വലിയ തരത്തിൽ തെക്കൻ കേരളത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ ഒരു വലിയ പ്രവർത്തനം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആരും പ്രചരണത്തിൽ പിന്നോട്ട് പോയിരുന്നില്ല. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നതും അതിനപ്പുറത്തേക്കും എത്താൻ കഴിഞ്ഞു. പക്ഷേ ചിലപ്പോഴൊക്കെ പതറിപ്പോയത് UDFനായിരുന്നു, ചിലപ്പോഴൊക്കെ പതറിപ്പോയത് LDFനായിരുന്നു. കാരണം അനവസരത്തിൽ വന്ന് ചില ആരോപണങ്ങളായിരുന്നു. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പ്രേതബാധയെ പോലെ എപ്പോഴും നടക്കുന്ന പീഡനക്കേസും ആ പീഡനക്കേസുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൂടി വന്നതോടുകൂടി തന്നെ UDF കുറച്ച് മണിക്കൂർ സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസ സമയത്തേക്ക് ഒന്ന് പിന്നാക്കം പോയെങ്കിലും പിന്നീട് അവർ ഒരു തിരിച്ചുവരവ് നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിക്കൊണ്ട് LDFന് നേരെ അവർ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ അസ്ത്രവും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ
തന്നെയായിരുന്നു. അത് അവസാനം വരെ അവരുടെ ഒരു പ്രചാരണത്തിനുള്ള പരസ്യവാചകമാക്കി മാറ്റി നിർത്താൻ അവരും ശ്രമിച്ചു. BJP ആകട്ടെ അവരും ഈ ശബരിമല വിഷയത്തിൽ നിന്ന് പിന്നാക്കം പോയില്ല. വിശ്വാസികൾക്കൊപ്പം BJP എന്ന് പറഞ്ഞ് അവരും നിന്നു. എന്തായാലും മൂന്ന് മുന്നണികളും അതിശക്തമായ പ്രചരണമാണ് അവർ ഈ തെക്കൻ കേരളത്തിൽ കാഴ്ചവെച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ LDFനായിരുന്നു ഈ 7 ജില്ലകളിലും, പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ. അതേസമയം ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിലും ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിലും ഏകദേശം ഒരു ധാരണയിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടങ്ങളില്ലാതെ UDFന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. LDFനാവട്ടെ അല്പം ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. BJPക്ക് ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തുകളിലോ കടന്നു കയറാനേ കഴിഞ്ഞില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നോ രണ്ടോ ചില പഞ്ചായത്തുകളിൽ കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. 12 മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടി. അതിനപ്പുറത്തേക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രധാനപ്പെട്ട കക്ഷികളുടെയും നോട്ടം ഇത്തവണ ഗ്രാമപഞ്ചായത്തുകൾക്കൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആര് നിയമസഭയിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ മേൽക്കൈ നേടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും തിരുവനന്തപുരത്തേക്കൊരു ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമം നടത്തുന്നത്. അതൊരു പക്ഷേ ആർക്കായിരിക്കും മേൽക്കൈ എന്നുള്ളത് ഈ മാസം 13-ാം തീയതിയോട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.